കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ആന്തര സഹകോണുകൾ, കോ ഇന്റീരിയർ ആംഗിൾസ്, ബാഹ്യ സഹകോണുകൾ, കോ എക്സ്റ്റീരിയർ ആംഗിൾസ്, ഇവയെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പുതിയൊരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ടീച്ചർ ബോർഡിൽ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ ഒരു ത്രികോണം കാണുന്നുണ്ട് അല്ലേ? ടീച്ചർ ഈ ചിത്രം എങ്ങനെയാണ് വരച്ചതെന്ന് ഒന്ന് വിശദീകരിച്ചു തരാം. ആദ്യം സ്കെയിൽ ഉപയോഗിച്ച് AX എന്നൊരു നേർരേഖ വരച്ചു. അതിനുശേഷം എയിൽ നിന്ന് കോൺമാവിനെ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 50 ഡിഗ്രി കോണളവ് അടയാളപ്പെടുത്തി. അതിനുശേഷം AXന് സമാന്തരമായി ബിയിൽ നിന്ന് BY എന്ന വര വരച്ചു. അത് സ്കെയിലും സെറ്റ് സ്ക്വയർ മട്ടവും ഉപയോഗിച്ചിട്ടാണ് വരച്ചത്. പിന്നെയോ ബിയിൽ നിന്ന് വീണ്ടും കോൺമാവിനെ ഉപയോഗിച്ച് 70 ഡിഗ്രി കോണളവിൽ AXലേക്ക് ഒരു വര വരച്ചു. അതിനെ C എന്ന് അടയാളപ്പെടുത്തി. ഇപ്പോൾ ത്രികോണം ABCയില് രണ്ട് കോണുകൾ, കോൺ എയും കോൺ ബിയും നമുക്കറിയാം. കോൺ എ 50 ഡിഗ്രിയും കോൺ ബി 70 ഡിഗ്രിയുമാണ്. മൂന്നാമത്തെ കോണായ കോൺ സി നമുക്കറിയത്തില്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ത്രികോണം ABCയിലെ മൂന്നാമത്തെ കോണായ കോൺ ACB, ഈ കോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ AX, BY ഇവ സമാന്തര വരകളാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സമാന്തര വരകളെ മുറിച്ചു കിടക്കുന്ന വരയല്ലേ BC? അതല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർ ഇത് കുറച്ചുകൂടി ഒന്ന് നീട്ടി വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ AX, BY എന്നീ രണ്ട് സമാന്തര വരകളെ മുറിച്ചു കടക്കുന്ന വരയാണ് BC. അങ്ങനെയെങ്കിൽ കോൺ ACBയും കോൺ CBYയും മറുകോണുകളല്ലേ? മറുകോണുകളെ പറ്റി നമ്മൾ പഠിച്ചതാണല്ലേ? എന്തായിരുന്നു പഠിച്ചത്? രണ്ട് സമാന്തര വരകളെ ഒരു വര മുറിച്ചു കടക്കുമ്പോൾ വിപരീത സ്ഥാനത്ത് ഉണ്ടാകുന്ന കോണുകളാണ് മറുകോണുകൾ. എന്തായിരുന്നു അവയുടെ പ്രത്യേകത? അവ തുല്യമാണ്. അതായത് കോൺ ACBയും കോൺ CBYയും മറുകോണുകളാണ്. അവ തുല്യവുമായിരിക്കും. കോൺ ACB സമമാണ് കോൺ CBY. അങ്ങനെയെങ്കിൽ കോൺ ACBക്ക് പകരം കോൺ CBY കണ്ടുപിടിച്ചാലും പോരെ? കോൺ CBY നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർ AB എന്ന് പറഞ്ഞ വര കുറച്ച് നീട്ടി വരച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, AX, BY എന്നീ രണ്ട് സമാന്തര വരകളെ AB എന്ന് പറഞ്ഞ വര മുറിച്ചു കടക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. കോൺ CABയും കോൺ ABYയും ഈ രണ്ട് സമാന്തര വരകൾക്കുള്ളിൽ ഒരേ വശത്തല്ലേ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ കോൺ CABയും കോൺ ABYയും ആന്തര സഹകോണുകളാണ്, കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. എന്തായിരുന്നു ആന്തര സഹകോണുകൾ? രണ്ട് സമാന്തര വരകളെ
മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ സമാന്തര വരകൾക്ക് ഉള്ളിലായി വരുന്ന കോണുകളാണ് ആന്തര സഹകോണുകൾ. അവ ഒരേ വശത്തായിരിക്കും, മാത്രമല്ല അവ അനുപൂരകങ്ങളുമാണ്. എന്തായിരുന്നു അനുപൂരകം? അതായത് ആ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. കോൺ CAB-യുടെയും കോൺ ABY-യുടെയും കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. കോൺ CAB പ്ലസ് കോൺ ABY സമം 180 ഡിഗ്രി. ഈ ചിത്രത്തിൽ ഒന്ന് നോക്കൂ. കോൺ CAB നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി. കോൺ ABY നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? അതിന് ചെറിയൊരു കോൺ നമുക്കറിയാം, 70 ഡിഗ്രി. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോൺ ABY. ഇവയുടെ രണ്ടിന്റെ തുക 180 ഡിഗ്രി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ വലിയ കോൺ ABY എത്ര ഡിഗ്രി ആയിരിക്കും? കോൺ ABY-യും കോൺ CAB-യും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. കോൺ CAB 50 ഡിഗ്രിയുമാണ്. അങ്ങനെയെങ്കിൽ 180 ഡിഗ്രിയിൽ നിന്ന് ഈ 50 ഡിഗ്രി കുറച്ചാൽ കിട്ടുന്നതല്ലേ കോൺ ABY? അതെ അല്ലേ? 180 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രി കുറച്ചാൽ എത്രയാണ്? 130 ഡിഗ്രി. അതായത് ഈ വലിയ കോൺ ABY എന്ന് പറഞ്ഞ ഈ വലിയ കോണിന്റെ അളവ് 130 ഡിഗ്രി. അതിന്റെ ഉള്ളിലെ ഈ ചെറിയ കോൺ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, കോൺ ABC. അതെത്രയാണ്? 70 ഡിഗ്രി. അങ്ങനെയെങ്കിൽ കോൺ CBY എന്ന് പറയുന്നത് 130 ഡിഗ്രിയിൽ നിന്ന് 70 ഡിഗ്രി കുറച്ചാൽ കിട്ടില്ലേ? എത്രയാണ് 130 ഡിഗ്രിയിൽ നിന്ന് 70 ഡിഗ്രി കുറച്ചാൽ? 60 ഡിഗ്രി. അതായത് കോൺ CBY എന്ന ആ ചെറിയ കോണിന്റെ അളവ് 60 ഡിഗ്രിയാണ്. കോൺ CBYക്ക് തുല്യമാണ് കോൺ ACB എന്ന് നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്. അവ മറുകോണുകളായതുകൊണ്ട്. അപ്പോൾ ഈ കോൺ CBYയുടെ അതേ അളവ് തന്നെ ആയിരിക്കുമല്ലോ കോൺ ACB-യിലും വരിക. അതെ അല്ലേ? കോൺ ACB 60 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ത്രികോണത്തിലെ മൂന്നാമത്തെ കോണായ കോൺ ACB കിട്ടിയില്ലേ? അതെ, കോൺ ACB സമം 60 ഡിഗ്രി. ഇപ്പോൾ ത്രികോണം ABCയിലെ 3 കോണുകളും നമുക്കറിയാം. കോൺ CAB 50 ഡിഗ്രി, കോൺ ABC 70 ഡിഗ്രി, കോൺ ACB 60 ഡിഗ്രി. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായോ? കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് മറ്റൊരു കണക്ക് കൂടെ ചെയ്തു നോക്കാം. ടീച്ചർ ബോർഡിൽ മറ്റൊരു ചിത്രം വരച്ചിട്ടുണ്ട്. ത്രികോണം ABC. അതിലെ 2 കോണുകൾ തന്നിട്ടുണ്ട്. കോൺ A 40 ഡിഗ്രി, കോൺ B 60 ഡിഗ്രി. ഇവിടെയും മൂന്നാമത്തെ കോണായ കോൺ C ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയും മുൻപത്തെ കണക്കിൽ ചെയ്തതുപോലെ തന്നെ AC എന്ന് പറഞ്ഞ വര നീട്ടി വരച്ച് AX എന്ന് പറഞ്ഞ വരയാക്കിയിട്ടുണ്ട്. AX എന്ന് പറഞ്ഞ വരയ്ക്ക് സമാന്തരമായി Bയിൽ നിന്ന് മറ്റൊരു വര വരച്ചിട്ടുണ്ട്. അതാണ് BY. അതായത് AX, BY ഇവ സമാന്തര വരകളാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് കോണായിരുന്നു? കോൺ ACB. ഈ കോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മുൻപത്തെ കണക്കിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെയും എന്ത് തന്നെയാണ്? കോൺ ACB-യും കോൺ CBY-യും
മറുകോണുകളാണ്. എന്ന് വെച്ചാൽ കോൺ എ സി ബിക്ക് തുല്യമാണ് കോൺ സി ബി വൈ. കോൺ എ സി ബി സമം കോൺ സി ബി വൈ. അപ്പോൾ കോൺ സി ബി വൈ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. കോൺ സി എ ബിയും കോൺ എ ബി വൈയും ആന്തര സഹകോണുകൾ. ഇവ രണ്ടും സമാന്തര വരകൾക്ക് ഉള്ളിലും ഒരേ വശത്ത് വരുന്നതുമല്ലേ? അതെ. കോൺ എ ബി വൈ എന്ന് പറഞ്ഞ ആ വലിയ കോണും കോൺ സി എ ബിയും ആന്തര സഹകോണുകൾ. അവയുടെ തുക എത്രയാണ്? 180 ഡിഗ്രി. അതിൽ കോൺ സി എ ബി നമുക്കറിയാം 40 ഡിഗ്രി. അപ്പോൾ കോൺ എ ബി വൈ എന്തായിരിക്കും? 180 നിന്ന് 40 ഡിഗ്രി കുറച്ചാൽ കിട്ടുന്നത്. അതെത്രയാണ്? 180 നിന്ന് 40 കുറച്ചാൽ എത്രയായിരിക്കും കിട്ടുന്നത്? 140 ഡിഗ്രി. അതായത് എ ബി വൈ എന്ന് പറഞ്ഞ വലിയ കോണിന്റെ അളവ് 140 ഡിഗ്രിയാണ്. അതിന്റെ ഉള്ളിൽ വരുന്ന ചെറിയ കോണല്ലേ കോൺ സി ബി വൈ? അതെ. കോൺ സി ബി വൈയും കോൺ എ ബി സിയും കൂടെ കൂട്ടുന്നതാണ് 140 ഡിഗ്രി. അതിൽ കോൺ എ ബി സി 60 ഡിഗ്രിയാണ് എന്ന് നമുക്കറിയാം. എങ്കിൽ കോൺ സി ബി വൈ എത്രയായിരിക്കും? 140 നിന്ന് 60 കുറച്ചാൽ പോരെ? അതെ അല്ലേ? 140 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രി കുറച്ചാൽ എത്രയായിരിക്കും കിട്ടുക? 80 ഡിഗ്രി. അതായത് കോൺ സി ബി വൈ എന്ന് പറഞ്ഞ ചെറിയ കോണിന്റെ അളവ് 80 ഡിഗ്രി. ഇപ്പോൾ കോൺ സി ബി വൈ കിട്ടിയല്ലേ? കോൺ എ സി ബിയും കോൺ സി ബി വൈയും മറുകോണുകളായതുകൊണ്ട് തുല്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കോൺ എ സി ബി എത്രയായിരിക്കും? 80 ഡിഗ്രി തന്നെ. ഇപ്പോൾ ത്രികോണ എ ബി സിയിലെ 3 കോണുകളും ആയില്ലേ? കോൺ സി എ ബി 40 ഡിഗ്രി, കോൺ എ ബി സി 60 ഡിഗ്രി, കോൺ എ സി ബി 80 ഡിഗ്രി. ത്രികോണത്തിലെ കോണുകൾ 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി. എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ? കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ 2 ത്രികോണത്തിലെ കോണുകൾ കണ്ടുപിടിച്ചു അല്ലേ? ആ കോണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തെ ത്രികോണത്തിലെ കോണുകൾ ഏതൊക്കെയായിരുന്നു? 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. അത് നമുക്കൊന്ന് എഴുതാം. 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. രണ്ടാമത്തെ ത്രികോണത്തിലെ കോണുകൾ ഏതൊക്കെയായിരുന്നു? 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി. 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി. ഇവയൊന്ന് നമുക്ക് കൂട്ടി നോക്കിയാലോ. 50 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി സമം എത്രയാ കിട്ടുന്നത്? 180 ഡിഗ്രി. രണ്ടാമത്തെ ത്രികോണത്തിനെ നമുക്കൊന്ന് കൂട്ടി നോക്കിയാലോ. 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി. അത് തമ്മിൽ കൂട്ടിയാലും 180 ഡിഗ്രി തന്നെയാണ് ലഭിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ച 2 ത്രികോണത്തിലെയും കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. എല്ലാ ത്രികോണങ്ങളിലും കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കുമോ? അറിയില്ല അല്ലേ? നമുക്ക് കുറച്ച് ത്രികോണങ്ങൾ പരിശോധിച്ച് നോക്കാം. നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ടല്ലോ 2 ത്രികോണങ്ങൾ. നിങ്ങളുടെ ജ്യാമിതീയ പെട്ടിയിൽ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ 2 ത്രികോണങ്ങളില്ലേ? മട്ടങ്ങൾ, സെറ്റ് സ്ക്വയേഴ്സ്. അവയൊന്ന് നമുക്ക് നോക്കാം.
അവയുടെ കോണുകൾ എത്രയാണ്? അവയുടെ തുക എത്രയാണ്? നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ഒരു സെറ്റ് സ്ക്വയർ. ഈ സെറ്റ് സ്ക്വയർ ത്രികോണാകൃതിയിലാണല്ലേ? ഈ ത്രികോണത്തിലെ കോണുകൾ ഏതൊക്കെയായിരുന്നു? നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ 45 ഡിഗ്രി, ഇവിടെയും 45 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. നമുക്ക് ഈ കോണുകളും ഒന്ന് കൂട്ടി നോക്കിയാലോ? ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി. എന്തായിരിക്കും ഇവിടെ തുക? ഇവിടെയും നമുക്ക് 180 ഡിഗ്രി തന്നെയാണ് ലഭിക്കുന്നത്. ഇത് നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ രണ്ടാമത്തെ സെറ്റ് സ്ക്വയർ. ഈ സെറ്റ് സ്ക്വയറും ത്രികോണാകൃതിയിൽ തന്നെയാണ്. ഇതിലെ കോണുകൾ ഏതൊക്കെയായിരുന്നു? ഓർമ്മയില്ലേ? ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. ഈ കോണുകൾ നമുക്കൊന്ന് കൂട്ടി നോക്കിയാലോ? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇവയുടെ തുക എത്രയാണ് വരുന്നത്? അതെ, ഇതും കൂട്ടി നോക്കിയാൽ 180 ഡിഗ്രി തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ടീച്ചർ മറ്റു കുറച്ച് ത്രികോണങ്ങൾ കൂടി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ത്രികോണത്തിലെ കോണുകൾ ഏതൊക്കെയാണ്? 60 ഡിഗ്രി, 60 ഡിഗ്രി, 60 ഡിഗ്രി. 3 കോണുകളും 60 ഡിഗ്രി. ഇവ മൂന്നും നമുക്കൊന്ന് കൂട്ടി നോക്കിയാലോ? 60 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി. എത്രയാണ് കിട്ടുന്നത്? 180 ഡിഗ്രി. അതായത് ഈ ത്രികോണത്തിലെ 3 കോണുകളുടെ തുക 180 ഡിഗ്രി. മറ്റൊരു മാതൃക കൂടി ടീച്ചർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ത്രികോണത്തിലെ കോണുകൾ ഏതൊക്കെയാണ്? ഇവിടെ 50 ഡിഗ്രി, 100 ഡിഗ്രി, 30 ഡിഗ്രി. ഇവയും നമുക്ക് കൂട്ടി നോക്കാം. 30 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി പ്ലസ് 100 ഡിഗ്രി. എത്ര കിട്ടുന്നത്? 180 ഡിഗ്രി. ഇപ്പോൾ നമ്മൾ കുറേ ത്രികോണത്തിലെ കോണുകൾ പരിചയപ്പെട്ടു. അവയെല്ലാം നമ്മൾ കൂട്ടി നോക്കി. ഓരോ ത്രികോണത്തിലെ കോണുകളുടെ തുക നമുക്ക് എത്ര കിട്ടിയത്? 180 ഡിഗ്രി വീതമാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ നമ്മൾ പരിശോധിച്ച ത്രികോണങ്ങളിലെ എല്ലാം കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് കിട്ടിയത്. എല്ലാ ത്രികോണങ്ങളിലും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? നമുക്കറിയില്ല അല്ലേ? നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? കൂട്ടുകാരെ, എല്ലാവരും ബോർഡിലെ ചിത്രത്തിൽ ശ്രദ്ധിക്കൂ. ഇവിടെ ത്രികോണം ABC തന്നിട്ടുണ്ട്. എയും BDയും സമാന്തര വരകളാണ്. മുൻപ് ചെയ്ത കണക്കുകളിൽ നിന്ന് എന്താണ് ഇവിടെ ഒരു വ്യത്യാസം കാണുന്നത്? ത്രികോണം ABCയിലെ കോണുകളുടെ അളവുകൾ സംഖ്യകൾക്ക് പകരം അക്ഷരങ്ങളായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കോൺ CAB X ഡിഗ്രി എന്നും കോൺ ABC Y ഡിഗ്രി എന്നും കോൺ ACB Z ഡിഗ്രി എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു. AE BD ഇവ സമാന്തര വരകളാണ്. BC അവയെ മുറിച്ചു കടക്കുന്ന വരകൾ. അപ്പോൾ കോൺ ACBയും കോൺ CBDയും മറുകോണുകളല്ലേ?
എ സി ബിയും കോൺ സി ബി ഡിയും മറുകോണുകളാണ്. അതുകൊണ്ട് കോൺ എ സി ബിയുടെ അതേ കോണളവ് തന്നെയായിരിക്കും കോൺ സി ബി ഡിയിലും വരുന്നത്. കോൺ എ സി ബി സെഡ് ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് കോൺ സി ബി ഡിയും എത്ര ഡിഗ്രി ആയിരിക്കും? സെഡ് ഡിഗ്രി ആയിരിക്കും. എ ഇ ബി ഡി എന്നീ രണ്ട് സമാന്തര വരകളെ മുറിച്ചു കിടക്കുന്ന വര തന്നെയല്ലേ എ ബിയും? അതെ. അപ്പോൾ ഉണ്ടാകുന്ന ആന്തര സഹകോണുകളല്ലേ കോൺ സി എ ബിയും കോൺ എ ബി ഡിയും? കോൺ സി എ ബിയും കോൺ എ ബി ഡിയും ആന്തര സഹകോണുകളാണ്. അവയുടെ തുക എന്തായിരുന്നു? 180 ഡിഗ്രി. എന്ന് വെച്ചാൽ കോൺ സി എ ബിയും കോൺ എ ബി ഡിയും കൂട്ടിയാൽ 180 ഡിഗ്രി ലഭിക്കും. കോൺ സി എ ബി എത്രയാണ്? എക്സ് ഡിഗ്രി എന്ന് തന്നിട്ടില്ലേ? കോൺ സി എ ബിക്ക് പകരമായിട്ട് നമുക്ക് എക്സ് ഡിഗ്രി എന്ന് എഴുതാം. പ്ലസ് കോൺ എ ബി ഡി, കോൺ എ ബി ഡി, ആ കോണിന്റെ അളവ് എത്രയാണ്? അത് ഈ രണ്ട് ചെറിയ കോണുകൾ കൂടുന്നതല്ലേ? ആ ചെറിയ കോണുകളുടെ അളവുകൾ നമുക്കറിയാം. ഒരു ചെറിയ കോണിന്റെ അളവ് y ഡിഗ്രിയും മറ്റേ ചെറിയ കോണിന്റെ അളവ് z ഡിഗ്രിയുമാണ്. അപ്പോൾ ഈ രണ്ട് കോണുകളുടെ തുകയായിരിക്കില്ലേ കോൺ എ ബി ഡി? അതെ. അപ്പോൾ കോൺ എ ബി ഡിക്ക് പകരം ആ രണ്ട് ചെറിയ കോണുകളുടെ അളവുകൾ നമുക്ക് എഴുതാം. അതായത് y ഡിഗ്രിയും z ഡിഗ്രിയും. അതെത്രയാണ്? 180 ഡിഗ്രി. ഇപ്പോൾ നോക്കൂ, എക്സ് ഡിഗ്രി, y ഡിഗ്രി, z ഡിഗ്രി സമം 180 ഡിഗ്രി. ഈ എക്സും വൈയും സെഡും ത്രികോണം എ ബി സിയുടെ കോണുകളല്ലേ? അതെ. കോൺ സി എ ബി ആണ് എക്സ് ഡിഗ്രി, കോൺ എ ബി സി ആണ് y ഡിഗ്രി, കോൺ എ സി ബി ആണ് z ഡിഗ്രി. അവ മൂന്നും കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? 180 ഡിഗ്രി. ഇതിൽ നിന്ന് എന്താണ് കൂട്ടുകാർക്ക് മനസ്സിലായത്? അതായത് ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഈ അക്ഷരങ്ങൾക്ക് പകരം ഏത് കോണളവുകൾ വന്നാലും ആ കോണുകളുടെ അളവുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഏതൊരു ത്രികോണത്തിലെയും കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. The sum of the angles of any triangle is 180 degree. ടെക്സ്റ്റ് ബുക്കില് 31, 32, 33 പേജുകളിലായി കുറച്ച് കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് ഇന്ന് തന്നെ ചെയ്തു നോക്കുമല്ലോ. ഇതോടെ ഇന്നത്തെ ഗണിത ക്ലാസ് അവസാനിച്ചിരിക്കുന്നു.